നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ടു റിതൂസ് നാടൻ രുചികൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീരയും മാങ്ങയും പരിപ്പും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഇതിനേക്ക് ആവശ്യമായ ചീര എടുത്തിട്ടുണ്ട്. ഒപ്പം അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, ഉള്ളി, ജീരകം, വറ്റൽമുളക് എല്ലാം ചേർത്ത് നമുക്ക് അരച്ചു വെക്കണം. അതിനു മുമ്പ് നമുക്ക് 6 ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് അത് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവാൻ വെക്കാം. വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ആവശ്യമായ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ആ മാങ്ങ നമുക്ക് കഷ്ണങ്ങളായി അരിഞ്ഞ് ആ മാങ്ങ നമുക്ക് പരിപ്പ് പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം തീ കത്തിച്ച് നമുക്ക് ഈ മാങ്ങയും കൂടി പരിപ്പിലിട്ട് വേവിക്കാം. മാങ്ങ പകുതി വേവാവുന്നത് വരെ നമ്മൾ വേവിക്കണം. ഒപ്പം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാവുന്നതാണ്. അതോടൊപ്പം അടച്ചു വെച്ചെന്ന് ഇടയ്ക്ക് ഇളക്കി നോക്കി മാങ്ങ അര വേവാവുന്നത് വരെ ഒന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് ഈ ചീര അതിലേക്ക് ഇടണം. ചീര നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയാണ്. നല്ല ഫ്രഷ് ചീരയാണ്. അതുപോലെ തന്നെ ഈ ചീര കറി ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു റെഡിഷ് കളറാണ് കറിക്ക്. തമ്മനയിൽ നിങ്ങൾ കാണുന്നത് പോലെ അടിപൊളി കറിയാണത്. ഒപ്പം നമ്മൾ ഈ ചീര അധികം നമുക്ക് വേവേണ്ട ആവശ്യമില്ല. കാരണം ഇലക്കറികളൊന്നും അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് തിളച്ചാൽ മതി. ഒപ്പം നമ്മളിപ്പോൾ അരപ്പ് ചേർക്കുകയാണ്. ചീര ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്തു. മിക്സിയുടെ ജാറിൽ വെള്ളം ഒന്ന് എടുത്ത് അതും കൂടി ഒന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കണ്ടോ, തിള വന്നാൽ നമുക്ക് നമ്മളുടെ തീ ഓഫ് ചെയ്യാം. അതുപോലെ ഇതൊന്ന് ഇളക്കി നോക്കി അതിൻ്റെ വെള്ളവും ഉപ്പും എരിവും എല്ലാം പാകത്തിനാണോ എന്ന് നോക്കണം. അതിനുശേഷം ഇത് മാറ്റി വെച്ച് നമുക്കിനി താളിക്കാൻ ആവശ്യമായ കടുകും മുളകും ഉലുവയും പൊട്ടിച്ച് ഇതിൽ ചേർക്കണം. അതിനുവേണ്ടി പാത്രം അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളകും ചേർത്ത് അതൊന്ന് താളിക്കാൻ വെക്കണം. അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ചീരയിലേക്ക് ഈ താളിപ്പ് ഒഴിക്കാം. ഇത് കഴിച്ച് നോക്കിയാൽ നല്ല അടിപൊളി രുചിയാണ്. ഊണിന് വേറെ ഒന്നും വേണ്ട. നമുക്ക് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണ്. കാരണം ഇലക്കറികൾ ദഹനത്തിന് നല്ലതാണ്. കണ്ടോ, കറിയുടെ ഒരു ഭംഗി. സൂപ്പർ കറിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.